കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഒരു റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ ആയുധങ്ങളും വ്യാജ ആധാർ കാർഡും മറ്റും പിടിച്ചെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വരുന്നത് കേരളം ഞെട്ടേണ്ട ഒരു വലിയ വാർത്ത തന്നെയാണ്. മിലിറ്ററി ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ 1.5 ലക്ഷം പേർ, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയ 1.5 ലക്ഷം പേർ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കഴിയുന്നു എന്നുള്ളതാണ് മിലിറ്ററി ഇന്റലിജൻസിന്റെ പുതിയ റിപ്പോർട്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1.5 ലക്ഷത്തിലേറെ പേരാണ് വ്യാജ ആധാർ കാർഡുമായി കേരളത്തിലെത്തിയത്. റിപ്പോർട്ട് അനുസരിച്ച് ആസാമിലെ മധുപൂർ, നൗഗാവ്, ബംഗാളിലെ കലിംപോങ്, നദിയ, ഉത്തര ദിനാജപൂർ, കേരളത്തിലെ പെരുമ്പാവൂരാണ് ഇത്തരത്തിൽ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇതിനിടയിൽ മറ്റൊരു വലിയ റിപ്പോർട്ട് കൂടി ഇതിനകത്തുണ്ട്. മലപ്പുറത്തെ തൃപ്പങ്ങാട് അക്ഷയ കേന്ദ്രത്തിൽ നുഴഞ്ഞു കയറി, അതായത് ഓൺലൈനിൽ കൂടെ നുഴഞ്ഞു കയറിക്കൊണ്ട് 50 ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അതായത് ബംഗാളിലും ജാർഖണ്ഡിലും IP അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈബർ അറ്റാക്ക് വഴിയാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് പുറത്തു വരുന്ന വിവരം. പെരുമ്പാവൂരിലെ ഭായി മാർക്കറ്റുകളിൽ ഈ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഒരു ചിത്രവും പല പേരുകളുമാണ് ഇത്തരത്തിൽ ആധാർ കാർഡുകൾ ഉപയോഗിക്കുന്നത്. ഇത്തരം ഒരു റിപ്പോർട്ട് ഞങ്ങളടക്കം 1 വർഷം മുമ്പ് നൽകിയിരുന്നു. ഇങ്ങനെ വളരെയധികം പേര് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത്. കേരളത്തിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അതിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും 1.5 ലക്ഷം പേര് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ ഈ മ്യാൻമാറിൽ നിന്നുമൊക്കെ നുഴഞ്ഞു കയറിയവരുണ്ട് എന്ന് പറയുമ്പോൾ കേരളം ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളോടൊപ്പമുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ബംഗാളും അതുപോലെ തന്നെ ആസാമുമാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഏതായാലും കേരളം ഉണർന്നേ പറ്റൂ. കാരണം അത്തരത്തിലൊരു വലിയ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.